എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് എന്ന പോർഷനിൽ നിന്നും നീറ്റിന് എത്ര ക്വസ്റ്റ്യൻസ് വരും, ആ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് എത്രയാണ്, ഇതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സിൽ നിന്ന് 3 ക്വസ്റ്റ്യൻസാണ് എല്ലാ വർഷവും ചോദിക്കുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് 6.66 ആണ്. അതായത് ടോട്ടൽ നമുക്ക് ഫിസിക്സ് 45 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ആ 45-ൽ 3 ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ്. 12 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സിൽ നിന്ന് ചോദിക്കാറുണ്ട്. 12 മാർക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് കിട്ടുന്ന മാർക്കാണ്. ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു പോർഷനാണെന്നൊരു വിചാരമുണ്ട്. ഒരിക്കലും അല്ല. പ്രത്യേകിച്ച് നീറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ സിമ്പിളാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ 2020 നീറ്റ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻസ് ചോദിച്ചു, ഏതൊക്കെയാണ്, അതിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ എത്രയാണ്, നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണോ, ഏത് പോർഷനിൽ നിന്നാണ് ചോദിച്ചത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് നോക്കാം. അപ്പോൾ 2020 ചോദിച്ചത് 3 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. വെയിറ്റേജ് 6.6 ആണ്. 45 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. 12 മാർക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യനായിട്ട് നോക്കാം. 3 ക്വസ്റ്റ്യൻസാണ് 2020 ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന പോർഷനിൽ നിന്നാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ദി ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദി ടെമ്പറേച്ചർ ഓഫ് 2 സോളിഡ് കോപ്പർ സ്ഫിയേഴ്സ് ഓഫ് റേഡിയം R1 ആൻഡ് R2. R1 is equal to 1.5 R2 through 1 Kelvin are in the റേഷ്യോസ് തന്നിട്ടുണ്ട്. അപ്പോൾ 2 കോപ്പർ സ്ഫിയേഴ്സിൻ്റെ റേഡിയസ് തന്നിട്ട് അത് 1 കെൽവിൻ റൈസ് ചെയ്യാൻ വേണ്ടി വരുന്ന ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ്, അതിൻ്റെ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഈ പ്രോബ്ലത്തിൽ തന്നിട്ടുള്ളത് റേഡിയസ് മാത്രമാണ്. റേഡിയസ് R1 is equal to 1.5 R2. നമുക്ക് വേണ്ടത് എന്താണ്? ഹീറ്റ് റിക്വയർഡ് ആണ് അല്ലേ? ഹീറ്റ് റിക്വയർഡ് ടു ചേഞ്ച് ദ ടെമ്പറേച്ചർ ഓഫ് കോപ്പർ സ്ഫിയർ ത്രൂ 1 കെൽവിൻ ആണ് കോപ്പർ സ്ഫിയേഴ്സ്. അപ്പോൾ നമുക്ക് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്ത പ്രോബ്ലമാണിത്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ ഡെഫിനിഷൻ അറിയാമല്ലോ. എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദി ടെമ്പറേച്ചർ ഓഫ് യൂണിറ്റ് മാസ് ഓഫ് എ സബ്സ്റ്റൻസ് ത്രൂ 1 ഡിഗ്രി സെൽഷ്യസ് ഓർ 1 കെൽവിൻ. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി C is equal to Q divided by M into delta T. Q ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ആണ് അല്ലേ? C സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, M മാസ്, ഡെൽറ്റ T ടെമ്പറേച്ചർ ഡിഫറൻസ്, T1 - T2 നടക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് എഴുതാം Q is equal to എന്തെഴുതാൻ പറ്റും? Q equal to MC ഡെൽറ്റ T എന്ന് എഴുതാം. Q ആണ് നമുക്ക് വേണ്ടത്. പക്ഷേ നമുക്ക് മാസ് ഒന്നും തന്നിട്ടില്ല അല്ലേ? രണ്ടും കോപ്പർ സ്ഫിയേഴ്സാണ്. അപ്പോൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി രണ്ടിനും സെയിം ആയിരിക്കും. കോപ്പറിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അല്ല അലുമിനിയത്തിൻ്റെ. ഓരോ മെറ്റീരിയൽ അനുസരിച്ച് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി മാറുന്നുണ്ട്. സോ C സെയിം ആണ്. ഡെൽറ്റ T 1 കെൽവിനാണ്. രണ്ടിൻ്റെയും ടെമ്പറേച്ചർ 1 കെൽവിനാണ് റൈസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആകെ വേണ്ടത് മാസ്സാണ്. സോ നമുക്ക് 2 സ്ഫിയർ ആയതുകൊണ്ട് റേഡിയസ് തന്നു. റേഡിയസിൽ നിന്ന് വോളിയമാണ് നമുക്ക് അറിയാൻ പറ്റുന്നത് അല്ലേ? അപ്പോൾ മാസിനെ വോളിയം ഇൻറ്റു ഡെൻസിറ്റി ഇൻറ്റു C ഇൻറ്റു ഡെൽറ്റ T എന്ന് എഴുതാം. ഇനി നോക്ക്, വോളിയം സ്ഫിയറാണ്. 4/3 പൈ R³ റോ C ഡെൽറ്റ T. നിങ്ങൾ നോക്കിയ റോ ഡെൻസിറ്റി ഓഫ് കോപ്പർ അതും സെയിം ആണ്. അപ്പോൾ 2 സ്ഫിയറിനെയും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് റോയും സിയും ഡെൽറ്റ ടിയും സെയിം ആയിരിക്കും. സോ Q1 ഡിവൈഡഡ് ബൈ Q2 ഹീറ്റ് റിക്വയർഡ് ബൈ 2 സ്ഫിയേഴ്സ്, അതിൻ്റെ റേഷ്യോ ആണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു R1 മാത്രമാണ് അല്ലേ മാറുന്നത്. അതായത് Q പ്രൊപ്പോർഷണൽ ടു R³ എന്നാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. സോ R1³ ബൈ R2³. ഇങ്ങനൊരു റിലേഷൻഷിപ്പിലേക്ക് വരുന്നു. ആൻഡ് ദിസ് വിൽ ബി ഈക്വൽ ടു R1 നമുക്ക് തന്നിട്ടുണ്ട് 1.5 R2 ഡിവൈഡഡ് ബൈ R2 ദി ഹോൾ ക്യൂബ്. നമുക്ക് ആൻസർ എന്ത് കിട്ടുന്നു? 1.5 ക്യൂബ്. അപ്പം നമ്മുടെ ആ ഓപ്ഷൻസ് നോക്കിയാൽ അറിയാം റേഷ്യോ ആയിട്ടാണ് തന്നിരിക്കുന്നത്. 1.5നെ 3/2 ദ ഹോൾ ക്യൂബ് എന്ന് എടുത്തു കഴിഞ്ഞാൽ 3³ 27, 2³ 8, 27/8 എന്ന് കിട്ടുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2 cylinders A and B of equal capacity are connected to each other via stop clock.
A contains an ideal gas at standard temperature and pressure and B is completely evacuated. The entire system is thermally insulated. The stopcock is suddenly opened. The process is 4 പ്രോസസ്സ് തന്നിട്ടുണ്ട് അല്ലേ? ഐസോതെർമൽ, അഡേബാറ്റിക്, ഐസോകോറിക്, ഐസോബാറിക് പ്രോസസ്സ്. 2020 നമുക്ക് ചോദിച്ചിട്ടുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇത് തെർമോഡൈനാമിക് പ്രോസസ്സിൽ നിന്ന് വന്ന ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് 2 സിലിണ്ടേഴ്സ് ഉണ്ട്, എയും ബിയും. അതിൻ്റെ ഈക്വൽ കപ്പാസിറ്റിയാണ്. ഇതിൻ്റെ ഇടയിൽ ഒരു സ്റ്റോപ്പ് കോക്ക് വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. സിലിണ്ടർ എയിൽ ഒരു ഐഡിയൽ ഗ്യാസ് സ്റ്റാൻഡേർഡ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചറിൽ കീപ്പ് ചെയ്തിട്ടുണ്ട്. ബി കംപ്ലീറ്റ്ലി ഇവാക്യുവേറ്റഡ് ആണ്. ഇനി എയും ബിയും ചേർന്ന സിസ്റ്റം മൊത്തം തെർമലി ഇൻസുലേറ്റഡ് ആണ്. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്റ്റോപ്പ് കോക്ക് സഡൻലി ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ എയും ബിയും ഒറ്റ സിസ്റ്റം ആവും അല്ലേ? ഇത് ഇടയിലുള്ള സെപ്പറേഷൻ മാറ്റുമ്പോൾ അപ്പോൾ അതിനകത്തുള്ള ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യും. പക്ഷേ ഇവിടെ എക്സ്പാൻഷൻ ആണോ കംപ്രഷൻ ആണോ എന്ന് ഓപ്ഷനിലില്ല. പിന്നെ ഈ സിസ്റ്റം, ദ ഹോൾ സിസ്റ്റം ഈസ് തെർമലി ഇൻസുലേറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഹീറ്റ് ഇതിലേക്ക് എൻട്രി ചെയ്യാനോ ലീവ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. സോ അങ്ങനെയുള്ള പ്രോസസ്സ് അഡേബാറ്റിക് പ്രോസസ്സാണ് അല്ലേ? അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ബി അഡേബാറ്റിക് പ്രോസസ്സാണ്. അഡിയബാറ്റിക് പ്രോസസ്സ് എന്ന് പറയുന്നത് എ തെർമോഡൈനാമിക് പ്രോസസ്സ് ഇൻ വിച്ച് നോ ഹീറ്റ് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ് ടേക്സ് പ്ലേസ്. അതാണ് അഡേബാറ്റിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. പ്രഷർ, ടെമ്പറേച്ചർ, വോളിയം ഒക്കെ ചേഞ്ച് ചെയ്യും, ബട്ട് ദർ ഈസ് നോ ഹീറ്റ് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് ദി സറൗണ്ടിങ്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. 2020 ചോദിച്ച മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. മൊത്തം 3 ക്വസ്റ്റ്യൻസ് ആണ് ഈ പോർഷനിൽ നിന്ന് വന്നിട്ടുള്ളത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. എ സിലിണ്ടർ കണ്ടെയ്ൻസ് ഹൈഡ്രജൻ ഗ്യാസ് അറ്റ് പ്രഷർ 249 കിലോ പാസ്കൽ ആൻഡ് ടെമ്പറേച്ചർ 27 ഡിഗ്രി സെൽഷ്യസ്. ഇറ്റ്സ് ഡെൻസിറ്റി ഈസ് ആർ തന്നിട്ടുണ്ട്. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതും PV = RT എന്നുള്ള ഫോർമുല ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങളാണ്. പ്രഷർ 249 കിലോ പാസ്കൽ, അപ്പോൾ കിലോ മാറ്റിയിട്ട് 249 × 10³ പാസ്കൽ. ടെമ്പറേച്ചർ 27 ഡിഗ്രി സെൽഷ്യസ്, കെൽവിനിലോട്ടാക്കി 27 + 273 300 കെൽവിൻ. ഇനി ഗ്യാസ് കോൺസ്റ്റൻറ്റ് തന്നിട്ടുണ്ട്. സോ നമുക്ക് ഡെൻസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. PV = nRT, നമുക്കറിയാവുന്ന ഫോർമുല. N നമ്പർ ഓഫ് മോൾസ് ആണ് അല്ലേ? അപ്പോൾ ഇവിടെ ഡെൻസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഡെൻസിറ്റി എങ്ങനെ കൊണ്ടുവരാൻ പറ്റും? വോളിയം ഉണ്ട്, മാസ് ബൈ വോളിയം എന്നെടുത്താൽ ഡെൻസിറ്റി കിട്ടും. മാസും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വോളിയം കിട്ടും. അപ്പോൾ ഇവിടെ N നമ്പർ ഓഫ് മോൾസ് N = മാസ് ബൈ മോളിക്യുലർ മാസ്. നിങ്ങൾക്ക് അറിയാവുന്ന ഫോർമുലയാണ് അല്ലേ? നമ്പർ ഓഫ് മോൾസ് N = മാസ് ബൈ മോളിക്യുലർ മാസ്. സോ PV = m/mRT. ഇനി ഈസി ആയല്ലേ? മാസ് ബൈ വോളിയം എടുത്തു കഴിഞ്ഞാൽ ഡെൻസിറ്റി കിട്ടുന്നു. സോ PM എന്നെടുത്തു. PM = mRT/V. ദാറ്റ് ഈസ് m/V is ρRT. PM = ρRT. ഇനി നമുക്ക് വേണ്ടത് ഡെൻസിറ്റിയാണ്. സോ ρ = PM/RT. ഇനി വളരെ എളുപ്പമായി പ്രഷർ തന്നിട്ടുണ്ട്. 249 കിലോ, തെറ്റരുത്, കിലോ, 10³ എടുക്കുക, കിലോ പാസ്കൽ. ദെൻ മാസ് ഓഫ് ഹൈഡ്രജൻ ഗ്യാസ് ആണ്. ഹൈഡ്രജൻ ഗ്യാസ് എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നത്. ഹൈഡ്രജൻ ഗ്യാസിൻ്റെ മാസ് എന്ന് പറയുന്നത് 2 g/mol ആണ്. 2 g/mol. ദാറ്റ് ഈസ് മാസ് M = 2 g/mol. കിലോഗ്രാമിലാക്കുമ്പോൾ 2 × 10⁻³ കിലോഗ്രാമിൽ എടുക്കണം അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ എന്തെടുക്കുന്നു? 2 × 10⁻³ എന്നെടുക്കുന്നു. ഇതെങ്ങനെയാണ് മാസ് എടുത്തത്? ഹൈഡ്രജൻ ആറ്റം ആണെങ്കിൽ മാസ് 1 g/mol ആണ്. ഹൈഡ്രജൻ ഗ്യാസ് H2 ആണ്. സോ 2 g/mol. ഗ്രാം മാറ്റി കിലോഗ്രാം ആക്കിയിരിക്കുന്നു. ഡിവൈഡഡ് ബൈ ആറിൻ്റെ വാല്യൂ നമുക്കറിയാം 8.3 ഇൻറ്റു ടെമ്പറേച്ചർ 300. അപ്പോൾ ഇതിൻ്റെ കാൽക്കുലേറ്റർ ഇല്ലാതെയാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾ അപ്രോക്സിമേറ്റ് ചെയ്ത് ഓപ്ഷനിലൊക്കെ നോക്കി നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നോക്കാം, ഇവിടെ ഒരു 8.3ഉം ഇത് 249. അപ്പോൾ ഇതൊരു 8ഉം ഇതൊരു 24. അപ്പോൾ ഈ 249 എന്നുള്ളത് ഇവിടെ ഒരു 0 ആയിട്ട് നിങ്ങൾ അങ്ങ് അസ്യൂം ചെയ്ത് നോക്കി. ഇത് 8, അപ്പോൾ
അപ്പം 8 എത്ര ടൈംസ് ആണ് 24-ൽ 3 പ്രാവശ്യം അല്ലേ? അപ്പോൾ ഇവിടെ ക്യാൻസൽ ചെയ്യുമ്പം 8 എന്ന് എടുത്തിട്ട് 240 എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ അപ്രോക്സിമേഷനാണ് 3 times 30 എന്ന് കിട്ടുന്നു. ഇവിടെ 249 ആയിരുന്നല്ലേ. ഈ IPC ആയിൽ 13 ഇവിടെ ഒരു 300 ഉണ്ട് അല്ലേ, അത് കട്ട് ചെയ്താൽ പിന്നെ ഇവിടെ എന്ത് വരുന്നു? 10 വരുന്നു. അപ്പോൾ 8.3 പോയി, 249 പോയി, 30 പോയി, 10 ആയി, 2/10 എന്ന് വരുന്നു അല്ലേ. ഇത് 10 ക്യൂബ് 10⁻⁻3. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യുന്നു. 2/10 ദാറ്റ് ഈസ് 0.2 ഡെൻസിറ്റി ആണ്. അപ്പോൾ യൂണിറ്റ് എന്ത് വരുന്നു? kg/m³ എന്ന് വരുന്നുണ്ട്. ഇനി ഓപ്ഷനിൽ 0.2 ഉണ്ട്, 0.02 ഉണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധയോടെ കാൽക്കുലേഷൻ ചെയ്യുക, തെറ്റിപ്പോവാതെ സൂക്ഷിച്ച് കാൽക്കുലേഷൻസ് ചെയ്യണം. മാത്രമല്ല എക്സാം എഴുതുമ്പം ഒരു പ്രോബ്ലത്തിൻ്റെ കാൽക്കുലേഷൻ കഴിയുമ്പോൾ ഒരു വര വരച്ചിട്ട് വേണം അടുത്ത ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു പ്രോബ്ലം കഴിയുമ്പോൾ ഒരു ലൈൻ അങ്ങ് വരയ്ക്കണം. ഇല്ലെങ്കിൽ അടുത്ത കാൽക്കുലേഷൻ ഇതുമായിട്ട് മിക്സായി നമുക്ക് തെറ്റാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് എന്ന ടോപ്പിക്കിൽ നിന്ന് ഓരോ വർഷവും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതുപോലെ സെലക്ട് ചെയ്ത് അറ്റ്ലീസ്റ്റ് ഒരു 5 വർഷത്തെ ലാസ്റ്റ് 5 ഇയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. ചെയ്ത് പഠിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇതിലിപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വന്നിരുന്നത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ആ ഏരിയ കൂടി പഠിക്കുക. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്താണ്, അതിനെപ്പറ്റിയുള്ള പോയിൻറ്റ്സ് എല്ലാം കോൺസെപ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക, ഇക്വേഷൻസ് പഠിച്ചു വയ്ക്കുക. അങ്ങനെ നിങ്ങൾ ഓരോ ക്വസ്റ്റ്യനും ചെയ്യുമ്പോൾ അതിൻ്റെ കോൺസെപ്റ്റും ഇക്വേഷനും പഠിച്ചിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒരു ലാസ്റ്റ് 5 ഇയേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സിലെ 3 ക്വസ്റ്റ്യൻസ്, അതായത് 12 മാർക്ക് കിട്ടും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഈ ചാനലിൽ ഇതിൻ്റെ വീഡിയോസ് ഞാൻ 4 വീഡിയോ ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് ചെയ്തിട്ടുണ്ട്, കോൺസെപ്റ്റും ചെയ്തിട്ടുണ്ട്, തെർമൽ കണ്ടക്ടിവിറ്റിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്, ഐസോതെർമൽ ആൻഡ് അഡിയാബാറ്റിക് പ്രോസസ്സിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കൈനറ്റിക് തിയറിയുടെ RMS വെലോസിറ്റിയുടെ വീഡിയോയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് കണ്ടു നോക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വേറൊരു ചാപ്റ്ററുമായിട്ട് കാണാം.